ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പുതിയ മേളയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് മേള കൈറ്റ് എന്ന് ഗൂഗിളിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. നമുക്ക് ആദ്യമേ തന്നെ അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാം. mela.kite.gov.in എന്നുള്ളതാണ് നമ്മുടെ URL. അപ്പോൾ നമുക്ക് ആ ഒരു URL-ലേക്ക് നേരിട്ട് കയറാവുന്നതാണ്. അപ്പോൾ ഇതാണ് മേളയുടെ ഇൻ്റർഫേസ്. അപ്പോൾ ഈ വീഡിയോയിൽ ശാസ്ത്രോത്സവത്തിൻ്റെ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് എങ്ങനെയെല്ലാം പല മേളകൾ ലോഗിൻ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഡെസ്ക്ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ മൊബൈൽ വ്യൂവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതാണ് മേളയുടെ മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മുകളിൽ കുറേ ലിങ്കുകളെല്ലാം കിടപ്പുണ്ട്. നമുക്ക് മേളയുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് മുകളിൽ കിടപ്പുണ്ട്. ഓരോ സബ് ജില്ലയിൽ നിന്നും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരവരുടെ പേരുകൾ ഇവിടെ വരുന്നതായിരിക്കും. മേളയുടെ മെയിൻ ചാർജുള്ളവരുടെ പേരുകളായിരിക്കും ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ ശാസ്ത്രോത്സവമുണ്ട്, ഹോമുണ്ട്, രണ്ടും ഒരേ ലിങ്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നമുക്ക് ശാസ്ത്രോത്സവത്തിൻ്റെ മാനുവലൊക്കെ ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഓർ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതെല്ലാം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മേളയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഐറ്റംസ് എന്ന് പറയുന്ന ലിങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഓരോ ഐറ്റംസും അതിൻ്റെ കോഡ് നമ്പർ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം അർച്ചീവേഴ്സ് കിടപ്പുണ്ട്. 2024 അർച്ചീവേഴ്സാണ് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ടോട്ടൽ പോയിൻറ്റ്സും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഓരോ റിസൾട്ടും നമുക്ക് ഓരോ ലിങ്ക് വഴി നോക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യേണ്ടവർക്കെല്ലാം ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രോത്സവത്തിൻ്റെ മെയിൻ പേജ് ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, IT എന്നുള്ള എല്ലാ മേളകളുടെയും മത്സരങ്ങളുടെ എല്ലാം ഒരു ലഘു വിവരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ലിങ്കിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാനുവൽ എല്ലാം കാണാവുന്നതാണ്. ഇവിടുത്തെ ഈ ഒരു ലിങ്ക് തന്നെയാണ് നമുക്ക് നേരത്തെ കണ്ട ഇൻസ്ട്രക്ഷൻ ഓർ ഡൗൺലോഡ്സിൽ കിടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ സബ് ഡിസ്ട്രിക്ട് മേള ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കിടപ്പുണ്ട്. ഈ കാണുന്നത് നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മൊബൈലിനകത്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മൊബൈലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. മൊബൈലിനകത്ത് ലിങ്കും മെനുവും എല്ലാം കിടക്കുന്നത് ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ്. ആ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹോം, കോണ്ടാക്റ്റ്, നമ്മൾ നേരത്തെ കണ്ട എല്ലാ ലിങ്കുകളും താഴെ വന്ന് കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സബ് ഡിസ്ട്രിക്ട് മേള ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. മൊബൈൽ വഴിയാണ് ഇങ്ങനെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പ് വ്യൂ ആണെങ്കിൽ നമുക്ക് സബ് ഡിസ്ട്രിക്ട് മേള ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കൊരു പോപ്പപ്പ് വരുന്നതാണ്. മൊബൈലിനകത്ത് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ സമ്പൂർണ്ണ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. മൊബൈലാണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സമ്പൂർണ്ണയുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവയെല്ലാം കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആ ഒരു ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ പേജിലേക്ക് കടക്കുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും എണ്ണം, സമ്പൂർണ്ണ വെച്ചുള്ള എണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത് നമ്പർ ഓഫ് എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കോളമാണ്. അതിനകത്ത് നമുക്ക് എത്ര ടീച്ചേഴ്സാണ് എസ്കോർട്ടിംഗ് വരുന്നത് എന്നുള്ള കൃത്യമായ നമ്പറുകൾ കൊടുക്കുക. അതിന് നമ്പറുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ടീച്ചേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 3 എന്ന നമ്പറാണ്
ടൈപ്പ് ചെയ്ത്. അതുകൊണ്ട് തന്നെ 3 ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നും ഏതൊക്കെ ടീച്ചേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതായത് ഇപ്പോൾ ഫെയർ നെയിം ചോദിച്ചിട്ടുണ്ട്. ഫെയർ നെയിം ഏത് സയൻസ് ഫെയർ ആണോ, മാത്സ് ഫെയർ ആണോ, സോഷ്യൽ സയൻസ് ഫെയർ ആണോ, ഏതിനകത്താണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ഏത് ടീച്ചറാണോ അതിന് പോകുന്നത് ആ ടീച്ചറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡെസിഗ്നേഷൻ ഏതാണെന്നുള്ളത് കൊടുക്കുക. ഡെസിഗ്നേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡെസിഗ്നേഷൻ്റെ ഡീറ്റെയിൽസ് കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. ഡെസിഗ്നേഷൻ അറിയാമെങ്കിൽ നമുക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ LPSA ആണ് കൊടുക്കുന്നതെങ്കിൽ LPSA എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറും കൊടുക്കുക. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഇപ്പം സയൻസ് ഫെയർ എടുക്കുക. അതിനകത്ത് സയൻസ് ഫെയർ ആണോ മാത്സ് ഫെയർ ആണോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന LP എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം ഏത് കുട്ടിയാണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ മാത്രം നമ്മളിവിടെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കോളത്തിന് വെളിയിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആ കുട്ടിയുടെ പേരും സ്റ്റാൻഡേർഡും ജെൻഡറും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായതെന്നാണ്. ഇത് സമ്പൂർണ്ണമായിട്ട് ലിങ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഓരോന്നും നമുക്കിവിടെ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് മൊബൈൽ വ്യൂവിൽ കാണുന്നത് ഈ ഒരു തരത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതുപോലെ ബാക്കി നമ്മൾ ഏതൊക്കെ ഐറ്റത്തിലാണോ കുട്ടികളെ ചേർക്കുന്നത് ആ കുട്ടിയുടെ എല്ലാം അഡ്മിഷൻ നമ്പർ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടാണ് ആഡ് ചെയ്തതെങ്കിൽ അത് ഡിലീറ്റും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഈ രജിസ്ട്രേഷൻ്റെ മുകളിലായിട്ട് കുറേ ലിങ്കുകൾ കാണാം. ഇവിടുന്ന് നമുക്ക് നേരിട്ട് ഓരോ ഫെയറിലേക്കും പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സയൻസ് ഫെയറിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് മാത്സ് ഫെയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്സ് ഫെയറിൻ്റെ അവിടെ LP എന്ന് പറയുന്ന ലിങ്കിലോട്ട് കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെയെല്ലാം എല്ലാ കുട്ടികളെയും ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ്റെ മുകളിലായിട്ട് ഫോട്ടോ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാം. ആ ഫോട്ടോ അപ്ലോഡിൽ കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് കുട്ടികളുടെ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടില്ല. അത് ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും കുട്ടികളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ശാസ്ത്രോത്സവത്തിൻ്റെ മെയിൻ പേജിലേക്ക് പോവാം. കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ വ്യൂ രജിസ്റ്റേർഡ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജിൽ ആ കുട്ടികളുടെ എല്ലാം പേരുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ കുട്ടികളെയും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് സ്കൂളിൻ്റെ പേരിൽ ഓരോ ഫെയറിലും കൺഫേം ആകുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഈ കൺഫേം ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുട്ടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുട്ടികളുടെ ഒരു പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. ആ പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ഐറ്റത്തിനും പങ്കെടുക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.